ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവിയേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തൃശ്ശൂർ തളിക്കുളം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കലഹം, ബന്ധുജന കലഹത്തെക്കുറിച്ച്. ബന്ധുജന കലഹം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ബന്ധുകലഹങ്ങളെ, കുജന്റെ അനിഷ്ടഭാവങ്ങളെ, കേതുദശ, പൊതുവെയും കുജാപഹാര കാലം, ശനി അപഹാരം തുടങ്ങിയ അനിഷ്ട ഗ്രഹ അപഹാരങ്ങൾ പ്രത്യേകിച്ചും വന്നാൽ അടുത്ത ബന്ധുജനങ്ങളുമായി കലഹം, വിരോധം, അനൈക്യം എന്നിവയ്ക്ക് കാരണമാകും. താമസിക്കുന്ന വീട്, സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ വസ്തു സംബന്ധമായ ദോഷങ്ങളും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതിനാൽ വസ്തുദോഷ പരിഹാരങ്ങളും ഗ്രഹദോഷ പരിഹാരങ്ങളും പ്രത്യേകമായി വിധിപ്രകാരം ചെയ്യുക വഴി മാത്രമേ ദോഷപരിഹാരം പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നല്ല ജ്യോതിഷ ആചാര്യന്മാരെ സമീപിച്ച് നക്ഷത്രവും പേരും നൽകി പ്രശ്നം വെച്ച് ശത്രു അഭിചാര ദോഷങ്ങൾ കണ്ടറിഞ്ഞ് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്യുകയും വേണ്ടതാണ്. ചില കുടുംബത്തിലെ ശത്രു അഭിചാര ദോഷങ്ങൾ ഉണ്ടായിരിക്കാം. അത് കണ്ടറിഞ്ഞ് അതിന് വേണ്ടതായ പ്രതിക്രിയകൾ ചെയ്തില്ലെങ്കിൽ ഈ ബന്ധുജന കലഹമോ മറ്റ് കലഹം ആയാലും അതെല്ലാം പരിഹരിക്കാനാകും. അപ്പോൾ ഈ ദോഷങ്ങൾ പരിഹരിക്കാനായി കൊണ്ട് പ്രശ്നം വെച്ചാൽ ഈ ശത്രുദോഷങ്ങളെ മനസ്സിലാക്കണം, ബന്ധുജന ദോഷങ്ങളെ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് വേണ്ടതായ ആചാര്യ രീതി പ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് അതിനെ ശാന്തി വരുത്തേണ്ടതാണ്. പൊതുവായിട്ടുള്ള പരിഹാരം പറയാം. സുബ്രഹ്മണ്യ ഭജനം വഴി പൂജാപഹാരങ്ങളിലെ ബന്ധുജന വിരഹം, കലഹം എന്നിവ ഒഴിവാക്കാനാകും. കേതു ദോഷശാന്തിക്കായി ഗണപതി ഭജനവും ചാമുണ്ഡി ഭജനവും നടത്തുന്നതോടൊപ്പം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ എങ്കിലും ദർശനം നടത്തുകയും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുകയും കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയും എന്നിവ ശുഭകരമത്രേ. മകേയം, ചിത്തിര, അവിട്ടം നാളുകാർ കഴിയുന്നതും ആഴ്ചതോറും ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ദർശനം നടത്തുന്നത് ഏറെ ഫലപ്രദമാണ്. പിന്നെ ഈ ഗൃഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിസ്താരം കുറഞ്ഞ മുറികളുള്ള വാടക വീടുകൾ ആണെങ്കിൽ താമസം മാറ്റുകയോ, സ്വന്തം വീടുകൾ ആണെങ്കിൽ വസ്തു പുരുഷ യന്ത്രം സ്ഥാപിച്ച് ദോഷശാന്തി പരിഹരിക്കേണ്ടതാണ്. രക്ഷായന്ത്രം, വസ്തുപുരുഷ യന്ത്രം വീട്ടിൽ വിധിപ്രകാരം സ്ഥാപിക്കേണ്ടതാണ്. ഇനി സന്ധ്യാനാമം, സുബ്രഹ്മണ്യ ധ്യാനം, ഗണപതി മന്ത്രങ്ങൾ എന്നിവ ജപിക്കുന്നത്, സന്ധ്യാനേരത്ത് ജപിക്കുന്നത് നല്ലതാണ്. ഇനി പ്രശ്നപരിഹാരത്തിനായി സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങള്, പ്രധാന ക്ഷേത്രങ്ങള് ഇനി പ്രശ്നപരിഹാരത്തിനായി സന്ദർശിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങള് തമ്പാനൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം, പിന്നെ എരുവത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം,
ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ നാഷണൽ ഹൈവേയിൽ ബാലരാമപുരത്ത് നിന്നും കാട്ടാക്കടയേക്ക് പോകുന്ന റോഡിൽ ഉദ്ദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്ര ഗോപുരം കാണാൻ കഴിയും. അപ്പോൾ വേണ്ടതായ പരിഹാരങ്ങളെല്ലാം പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ ചെയ്യണം. നല്ല ജ്യോതിഷാചാര്യന്മാരെ കണ്ട് പരിഹാരങ്ങൾ തേടണം. അപ്പോൾ നിങ്ങളുടെ ബന്ധുജന കലഹങ്ങളെല്ലാം തീരട്ടെ, ദുരിതങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞാൻ വിടുന്ന എല്ലാ വീഡിയോകളും കാണണം. നന്ദി, നമസ്തേ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി.